നമസ്കാരം. ഇന്നലെ ഇറാന്റെ പക്കൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു കനത്ത തിരിച്ചടി കിട്ടിയപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പറഞ്ഞത് ടെഹ്റാന്റെ ഹൃദയം നോക്കിയാണ് ഞങ്ങൾ ഇനി അടിക്കാൻ പോകുന്നത് എന്നാണ്. സംഭവം ഇസ്രായേൽ ടെഹ്റാന്റെ ഹൃദയം നോക്കി അടിച്ചു, പക്ഷെ നെഞ്ചു കലങ്ങിയത് അമേരിക്കയുടെയാണ്. ഇന്നലെ ഇത്തരത്തിൽ പറഞ്ഞതിന് ശേഷം അധികമൊന്നും വൈകിയില്ല, ഇറാന്റെ ഭാഗത്തു നിന്നൊരു വാർത്ത വന്നു. 4 ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിനെ ആക്രമിച്ചു. ഈ 4 ബാലിസ്റ്റിക് മിസൈലുകളും കപ്പലിൽ തന്നെ പതിച്ചു എന്നതാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്ന വാർത്ത. ട്രംപ് ഉടൻ തന്നെ അത് നിഷേധിച്ചു. പിന്നീട് ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നമ്മളൊക്കെ കേട്ടത്. എന്തായാലും ഇന്ന് രാവിലെ ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ചർച്ചയ്ക്കില്ല, അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ശക്തമായ ഒരു അടി കൂടെ അമേരിക്ക കൊടുത്തു. അതായത് നെഞ്ച് നോക്കി തന്നെ കൊടുത്തു. നെഞ്ച് കലങ്ങുന്ന അടിയാണ് കൊടുത്തത്. ഇസ്രായേൽ ഹൃദയം നോക്കി അടിച്ചപ്പോൾ ഇവിടെ ഇറാൻ അമേരിക്കയുടെ നെഞ്ച് കലക്കും വിധത്തിലുള്ള അടി ശക്തമായി തന്നെ കൊടുത്തു. ആദ്യം പുറത്തു വന്ന വാർത്ത, കുവൈത്തിൽ ഇവിടെ F-15 എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം തകർന്നു വീണു എന്നതാണ് ആദ്യം പുറത്തു വന്ന വാർത്ത. ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നല്ല, ഒരുപാട് യുദ്ധവിമാനങ്ങൾ വീണു എന്നുള്ളതാണ്. എത്രയാണ് എന്ന കണക്ക് പോലും പറയാൻ കഴിയാത്ത വിധം കുവൈത്തിന്റെ ആകാശത്ത് അമേരിക്കയുടെ നിരവധി യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇറാൻ പറയുന്നത് ഈ വിമാനങ്ങളെ ഞങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ്. എന്നാൽ അമേരിക്ക പറയുന്നത് ഞങ്ങളുടെ വിമാനങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, വെടിവെച്ചിട്ടില്ല, എന്തോ തകരാറ് കൊണ്ടൊരു വിമാനം വീണു എന്നാണ് അമേരിക്ക പറഞ്ഞത്. ഇപ്പോൾ ഒരുപാട് വിമാനങ്ങൾ വീണു എന്ന് പറയുന്നത് ഇവിടെ ഏതെങ്കിലും ഇറാൻ അനുകൂല മാധ്യമമല്ല. കുവൈത്തിലെ പ്രതിരോധ മന്ത്രാലയ വക്താവ് സൗദ് അൽ അത്വാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തരത്തിലൊരു വിവരം പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഒരേ സമയം ഒരുപാട് വിമാനങ്ങൾ തകർന്നു വീണു. മാത്രമല്ല, കുവൈത്തിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ശക്തമായ മിസൈൽ അറ്റാക്ക് ഉണ്ടായി. എംബസിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത് കുറച്ച് കറുത്ത പുക മാത്രമാണ്. എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല. മറ്റു ജീവനക്കാരോടൊക്കെ സുരക്ഷിത സ്ഥലങ്ങളിൽ അഭയം തേടണം എന്നുള്ള നിർദ്ദേശം അമേരിക്ക കൊടുത്തിട്ടുണ്ട്. ബാക്കി നടപടികളെ കുറിച്ചൊന്നും ഒരു വിവരവുമില്ല എന്ന ഒരു വിവരമാണ് ഇപ്പോൾ കുവൈത്തിൽ നിന്ന് ഇവിടെ പ്രതിരോധ മന്ത്രാലയ വക്താവിന്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും അമേരിക്കയുടെ നെഞ്ച് കലങ്ങി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്ര ശക്തമായ അടി അമേരിക്കക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇറാന്റെ അവകാശവാദമാണ്. അമേരിക്ക ഒരു കാലത്തും ഇത് സമ്മതിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതായത് ഇറാന്റെ അവകാശവാദങ്ങളൊന്നും അമേരിക്ക സമ്മതിക്കാറില്ല. ഇറാന്റെ 9 കപ്പലുകൾ മുക്കിക്കളഞ്ഞു എന്നാണ് ഇന്നലെ ട്രംപിന്റെ അവകാശവാദം. ഇസ്രായേൽ പറയുന്നത് അവരുടെ യുദ്ധം ചെയ്യാനുള്ള ശേഷി തന്നെ ഞങ്ങൾ നശിപ്പിച്ചു എന്നാണ്. പിന്നെ എവിടെ നിന്നാണ് ഇറാന്റെ ഈ ആക്രമണങ്ങളൊക്കെ വരുന്നത് എന്നതിനെ കുറിച്ച് അമേരിക്കക്കും ഇസ്രായേലിനും വല്ലതും പറയാനുണ്ടെങ്കിൽ പറയണമെന്നാണ് എനിക്ക് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഇറാന്റെ ഒരു അവകാശവാദം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. 500-ലധികം അമേരിക്കൻ സൈനികരെ സ്വർഗത്തിലേക്ക് നേരിട്ട് അയച്ചു എന്നുള്ള ഒരു അവകാശവാദമാണ്. അതായത് ബഹ്റൈനിലും കുവൈത്തിലുമൊക്കെ ഇറാഖിലുമൊക്കെ നടത്തിയ ആക്രമണം, അതുപോലെ യുദ്ധക്കപ്പലിന് നേരെ പടക്കപ്പലിന് നേരെ നടത്തിയ ആക്രമണം, ഈ ആക്രമണത്തെ തുടർന്ന് ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് 500-ലധികം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അമേരിക്കയുടെ കണക്കിൽ ഔദ്യോഗികമായി പുറത്തു വന്ന കണക്ക് എന്ന് പറയുന്നത് 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു, 5 ആളുടെ നില ഗുരുതരമാണ് എന്നൊക്കെയുള്ള വിവരങ്ങളാണ്. എന്തായാലും ഇവിടെ ഇറാൻ പറഞ്ഞത് നമുക്ക് തള്ളി പറയാൻ കഴിയില്ല. ഇറാൻ പറഞ്ഞത് അംഗീകരിക്കാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ ശുദ്ധ നുണയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വിവരക്കേടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവും അങ്ങനെ തന്നെയാണ്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയ ഒരു സാഹചര്യം തന്നെ പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അമേരിക്കയിലേക്ക് എത്തുന്ന മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട് എന്നൊക്കെയാണ് ട്രംപ് അടിച്ചുവിട്ടത്. അത്തരത്തിലുള്ള മിസൈലുകളൊന്നും ഞങ്ങളുടെ പക്കലില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി. അത് ലോകത്തിന് മൊത്തത്തിൽ ബോധ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇറാന്റെ പക്കൽ അണുവായുധമുണ്ട്, അല്ലെങ്കിൽ അവർ ഉടൻ തന്നെ അണുവായുധം ഉണ്ടാക്കും എന്ന ചില കാര്യങ്ങൾ അമേരിക്ക പങ്കുവച്ചിരുന്നു. അതുപോലെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അവരുടെ ആശങ്കകൾ, ഇവരുടെയൊക്കെ പേടിയും ഭയവും ഇവരുടെയൊക്കെ ആശങ്കയുമാണ് ഈ കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് എത്തിച്ചത്. ഒരിക്കലും ഇറാനല്ല യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത്. എന്തായാലും ഇവിടെ വളരെ കൃത്യമായി നമുക്ക് പറയാം, ഇവിടെ ഇസ്രായേൽ ഹൃദയം നോക്കി അടിച്ചപ്പോൾ നെഞ്ച് കലങ്ങിയത് അമേരിക്കയുടെ തന്നെയാണ്. ഒരു വിമാനമല്ല സുഹൃത്തുക്കളെ, ഒരുപാട് വിമാനങ്ങൾ ഇവിടെ തകർന്നു വീണിട്ടുണ്ട്. ഈ തല കറങ്ങി വീണതാണോ ഈ വിമാനങ്ങളൊക്കെ എന്ന കാര്യം അറിയാൻ കഴിയില്ല.
കാരണം ട്രംപ് പറഞ്ഞത് ഇവിടെ ഒരടിയും ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിമാനങ്ങൾക്ക് തലകറക്കം ബാധിച്ചിട്ടുണ്ടാകും. കാരണം കറങ്ങിയാണ് ഈ വിമാനങ്ങൾ ഭൂമിയിൽ പതിച്ചത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. എന്തായാലും അതുകൊണ്ട് തല കറങ്ങിയതാണ് എന്ന് നമുക്ക് തൽക്കാലം അങ്ങ് വിശ്വസിക്കാം.